ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കുനാഫ വെർമിസെല്ലി വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ കുനാഫ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കുനാഫ ഉണ്ടാക്കുന്നത് ഫ്രോസൺ ഡോ വെച്ചിട്ടാണ്. അത് വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലായിടത്തും ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു കുനാഫ വെർമിസെല്ലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല, ഒരു 80 രൂപയാണ് ഈ ഒരു ടിന്നിന് വരുന്നത്. ഇപ്പം ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോണത് ഈ ഒരു വെർമിസെല്ലി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കലാണ്. കാരണം ഈ ഒരു വെർമിസെല്ലി ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ കുനാഫ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഹാർഡായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കുനാഫ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുനാഫ ഡോ നന്നായി സോഫ്റ്റ് ആവണ വരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ലോണം ആവി കയറി കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ബട്ടറാണ്. അപ്പോൾ ബട്ടറിന് പകരം പശു നെയ്യ് എടുത്താലും മതിയാവും. ഇനി അതൊന്ന് മെൽറ്റാക്കിയിട്ട് അതവിടെ വെക്കുക. ഇനി നമ്മൾ കുനാഫയുടെ വെർമിസെല്ലി ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പൊടിയുന്ന വിധത്തിലും നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ബട്ടർ വെർമിസെല്ലിയുടെ എല്ലാ ഭാഗത്തേക്കും ആവണ വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊരു ക്രീം ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാൽപ്പൊടി സ്കിപ്പ് ചെയ്യേണ്ട, എന്തായാലും ചേർത്ത് കൊടുത്തോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര കട്ടി കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലോറും പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് കലങ്ങണ വിധത്തിൽ ഒരു വിസ്ക് എങ്ങാനും വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം. പെട്ടെന്ന് കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മതിയാവും. കോൺഫ്ലവറിൻ്റെ ക്രീം ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഒരുപാട് കുറുകിയൊന്നും വരണ്ട. അത് നന്നായിട്ട് മെൽറ്റാക്കി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്താൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഷുഗർ സിറപ്പ് ആക്കിയെടുത്താലും മതി. ഇനി കോൺഫ്ലവറിൻ്റെ മിക്സിലേക്ക് 1 പാക്കറ്റ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താ വെച്ചാൽ ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു പാൻ ഇല്ലെങ്കിൽ ഫ്രൈ പാൻ എടുത്താലും മതി. അപ്പോൾ നമ്മൾ വെർമിസെല്ലിയുടെ പകുതി ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ കുനാഫ ഉണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമിൻ്റെ മിക്സ് ഇതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സൈഡിലേക്ക് അധികം ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഇത് മറിച്ചിടുമ്പോഴൊക്കെ അത് പുറത്തേക്ക് വരും. അപ്പോൾ സൈഡിലേക്ക് അധികം ആവാതെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള വെർമിസെല്ലി അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടിയിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുനാഫ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക. ഇനി ഇത് ചെറിയ തീയിൽ ഒരു 5 to 10 മിനിറ്റ് ഇത് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കും, അതല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആദ്യം ഒന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഈ മൂടി കൊണ്ട് തന്നെ വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് നമുക്ക് ഈ ഒരു പാനിൽ വെച്ചിട്ട് ഈ പാനിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാന് ആ മൂടിയുടെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും. അതല്ല നമ്മൾ വേറെ രീതിയിലൊക്കെ എടുക്കുമ്പോൾ ഇത് വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കുനാഫ കിട്ടും. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് കുക്കാവാനായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം.
അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുനാഫ ആ ഒരു വെർമിസെല്ലി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം അധികം വേണ്ടാത്തവർക്ക് ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കുനാഫയാണ്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്